യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8 വാക്യം 7 ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പ്രസിദ്ധമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിയമമുണ്ടായിരുന്നു. ആ സ്ത്രീയെ വലിച്ചിഴച്ച് അല്ലെങ്കിൽ ഓടിച്ച് യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നറിയാമായിരുന്നു. പിന്നെ എന്തിനാണവർ ആ സ്ത്രീയെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നത്? യേശുവിനെ കുടുക്കുവാൻ തന്നെ. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ അവരെ ചിന്തിപ്പിച്ചു. അവർ രംഗം വിട്ട് കണ്ടം വഴി ഓടിയെന്ന് പറയുന്നത് പോലെ സ്ഥലം വിട്ടു. യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തി. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യേശു ആ സ്ത്രീ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞില്ല. അവളോട് പറഞ്ഞത്, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് മാത്രമാണ്. സർവകാലിക പ്രാധാന്യമുള്ള യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്കോർത്തിരിക്കാം. അന്യരെ വിധിക്കുന്നവരാണോ നമ്മൾ? അവരെ കല്ലെറിയാൻ കല്ലുമായിട്ട് നിൽക്കുന്നവരാണോ നമ്മൾ? നമ്മളുടെ ധാർമ്മിക രോഷം എത്രത്തോളമുണ്ട്? മുഖം മൂടി വലിച്ചു കീറി നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ തെറ്റുകൾ ഏറ്റു പറയാം.